നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ പോത്തുകറിയാണ്. നല്ല ബീഫ് കറി ഉണ്ടാക്കാം നമ്മുടെ അച്ചാച്ചൻ സ്റ്റൈല്. അതിനു വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. 2 മീഡിയം സൈസ് സബോള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഉള്ളി 100 ഗ്രാം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 4-5 ഇതൾ കറിവേപ്പില, ഒരു 8 ഏലക്ക ചതച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഒരു 10 രൂപ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ നാടൻ പോത്തുകറി ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്ക് പോത്തുകറി വെക്കാൻ പോയാലോ. പോത്തുകറി വെക്കുന്നതിനായി കുഴിവുള്ള ചീൻചട്ടി അടുപ്പിൽ വെച്ചു. ചീൻചട്ടി ചൂടായി വരുന്നു. നല്ല വിസ്താരമുള്ള ചീൻചട്ടിയാണ്. നമ്മൾ ഇതിനകത്തോട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുന്നു. കടുക് ഇട്ട് കൊടുക്കാം. കടുക് തിളച്ച എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടി വരുന്നു. ഇത് നന്നായി കടുക് പൊട്ടുന്നു. അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി അരിഞ്ഞു കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചപ്പൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. 2 ഇതൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടു. അതോടെ തന്നെ ഇട്ടു. കറിവേപ്പില അതേ കണക്ക് തന്നെ അങ്ങ് ഇട്ടു. ഒന്ന് ഇളക്കിക്കും. നമ്മൾ നല്ല രുചിയുള്ള ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ അച്ചാർ സ്റ്റൈൽ പ്രിപ്പറേഷനാണ്. ഇപ്പോൾ കരിയാപ്പില വാടി വരുന്നു. ഇനി ഇതിലോട്ട് ഉള്ളി 100 ഗ്രാം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചുമന്ന ഉള്ളിയാണ്, അതിട്ടു. നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ ചുവന്നുള്ളിയുടെ പച്ചപ്പൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള 2 എണ്ണം മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളി സവോളയും കൂടെ കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീഫ് കറിക്ക്. നന്നായിട്ട് അങ്ങോട്ട് വാടിക്കിടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 ഏലക്ക ചതച്ചിട്ട് കൊടുക്കും. ചതച്ചിട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ സവോള ഇതൊക്കെ പെട്ടെന്ന് വാടുന്നതിന് വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുത്തത്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് വാട്ടിയെടുക്കുക. നന്നായിട്ട് ഇളക്കണം. അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. സവോള ഇതൊന്നും അടി പിടിക്കരുത്. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോള വാടി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാൻ അനുവദിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോള വാടി വരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് സവോള വാടട്ടെ. സവോള നന്നായിട്ട് ബ്രൗൺ കളർ നന്നായിട്ട് വാടിയ ശേഷം നമുക്ക് മസാല കൂട്ടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. കുരുമുളക് ഇത്രയാണ് നമ്മൾ മസാലയ്ക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് വരട്ടിയെടുക്കുക. കുരുമുളക് പൊടിയും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഗരം മസാല, മീറ്റ് മസാല,
മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കൂടി നല്ലതായിട്ട് അതിൻ്റെ പച്ചപ്പ് മാറിയെടുക്കണം. പൊടിയുടെ മസാലയുടെ പച്ചപ്പ് മാറാൻ വേണ്ടി നമുക്കൊന്ന് ട്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് അരപ്പ് കരിഞ്ഞു പോകരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ഇളകട്ടെ. നന്നായിട്ട് ഇളക്കുക. നമ്മുടെ കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ്. കുരുമുളകിന് പ്രത്യേക, ബീഫ് കറിയൊക്കെ പോത്തുകറി ഉണ്ടാക്കും, കുരുമുളകിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം കുരുമുളക് നന്നായിട്ട് ചതച്ച് പൊടിച്ച് ഇടണം. അതുപോലെ സവാള ശരിക്ക് വാടുകയും വേണം. നല്ല ബ്രൗൺ കളറാണ്. പൊടി ശരിക്ക് ചൂടായില്ലെങ്കിൽ, നന്നായിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ പച്ച ചുവയ്ക്കും. പച്ച ചുവയ്ക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് മസാല നല്ല വരട്ടിയെടുക്കുന്നത്. മസാല വരട്ടിയെടുക്കുന്നത് അതിൻ്റെ ഒരു പച്ചപ്പ്, പൊടിയുടെ പച്ചപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ്, പച്ചച്ചുവ. ഇങ്ങനെ വരട്ടിയെടുക്കുന്നതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീഫ് കറിക്ക്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി കോരി വെച്ചിരിക്കുന്ന 2 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് മിക്സ് ചെയ്യുവാണ്. 2 കിലോ ബീഫ് ചട്ടിക്കകത്ത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു 5-6 ഉലുവ കഷ്ണം ഉലുവ ഇട്ടോ നിരത്തി ഇട്ടോ. അത്ര ഒരു നുള്ളു ഉലുവ എടുത്ത് ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടുന്നതിനാണ്. കണ്ടോ, ഒരു 10-12 ഉലുവ കഷ്ണങ്ങൾ ഇട്ട് ഇനി നമുക്ക് നന്നായിട്ട് മസാലയായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. നിങ്ങളിങ്ങനെ ഇട്ട് നോക്കണം കേട്ടോ. ഉലുവ ബീഫിന് ഇട്ട് നോക്കൂ. അപ്പം ബീഫ് പെട്ടെന്ന് വേകുന്നതായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉലുവായിട്ട് നല്ലതാണോ, നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് ഉലുവായിട്ടാണ് ബീഫ് പെട്ടെന്ന് വേകുമോ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. വെച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് നമ്മുടെ മസാലയായിട്ട് ശരിക്ക് മിക്സ് ആവണം. നല്ല ബലം പിടിച്ച് തന്നെ ഇളക്കണം. അടി മുതൽ മേള് വരെ നന്നായിട്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കണം. നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്, തനി നാടൻ സ്റ്റൈല്. നമ്മൾ ചീൻചട്ടിയിൽ ഉണ്ടാക്കുന്നതെന്നുള്ളൂ. ഇത് കറിച്ചട്ടിയിൽ, മൺചട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയാൽ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. കുക്കറിനകത്ത് ഉണ്ടാക്കിയാലും ഈ നാടൻ ബീഫ് കറിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ ചീൻചട്ടി തന്നെ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇറച്ചിയുടെ എല്ലാ സ്ഥലത്തും മസാല പിടിക്കണം. അതുപോലെ നന്നായിട്ട് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെക്കുക. അത് നല്ലതാണ് ഫ്ലെയിം കൂട്ടി വെക്കുന്നത്. ഇറച്ചി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇറച്ചിക്കകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇറച്ചിക്കകത്ത് വെള്ളം ഇറങ്ങുന്നതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് പിടിക്കട്ടെ. നന്നായിട്ട് മസാല മാംസത്തെ പിടിച്ച് കയറട്ടെ. നല്ല അടിപൊളി നാടൻ ബീഫ് കറിയാണ്. അടിപൊളി. എല്ലായിടത്തും മസാല പിടിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് വേകുന്നതാണ് ഇറച്ചി ഏറ്റവും നന്നായിട്ട് വേകാനും ടേസ്റ്റിനും നല്ലത്. ഓക്കെ, നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. മുടിക്കും തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇറച്ചിക്കകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അടി പിടിക്കാതിരിക്കാൻ 2-3 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അടി വരെ തവിയെത്തി നന്നായിട്ട് ഇളക്കണം. ചൂട് ചേർത്ത് ഇളക്കണം. അടിയിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലെയിം വരുന്നത്. അപ്പം ചൂട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇറച്ചിക്കകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെള്ളം ഇറങ്ങി. ഇനി നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. നന്നായിട്ടിരുന്ന് തിളച്ച് വേകട്ടെ. മൂടി വെച്ചത് തുറന്നു. 5 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ അടുത്തെടുക്കും നന്നായിട്ട് ഇറച്ചി വെന്ത് കിട്ടാൻ വേണ്ടി.
പിന്നെയും വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ട് നേരത്തെ കഴിഞ്ഞ് വെള്ളം ഇറങ്ങി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എത്ര പെട്ടെന്ന് വേകുന്ന ഇറച്ചിയാണോ എന്നൊക്കെ വെള്ളം പറ്റി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. വെള്ളം പറ്റി വരുമ്പം ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടും. ഇറച്ചി വെന്തില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചു അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അരമണിക്കൂറോളമായി ചെറിയ തീയിലിരുന്ന് വേകാൻ തുടങ്ങിയിട്ട് വെള്ളം കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് വെള്ളം വറ്റി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി ചേർത്തെടുക്കണം. അടിയിലാണ് ഫ്ലെയിം കൂടുതൽ കിട്ടുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ശരിക്കും പറ്റും. അങ്ങനെ നാച്ചുറലായിട്ട് പറ്റി തിളച്ചെടുക്കുന്ന ഇറച്ചിക്കാണ് നല്ല ടേസ്റ്റ്. കുക്കറി വെക്കുന്നതായി കഴിഞ്ഞു. കുക്കറി നല്ല നാടൻ ബീഫ് കറി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചീച്ചട്ടിയിൽ വെച്ചത്. കുക്കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇത്രയും കിട്ടത്തില്ല. ഇത് തനത് നാടൻ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. നിങ്ങളിങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. നമുക്ക് സമയമില്ലെങ്കിൽ കുക്കറി വെക്കാം. ഇച്ചിരി സമയം വേണം. 1 മണിക്കൂറേലും വേണം ഇത് മൊത്തം ഒന്ന് റെഡിയായി വരാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. മൂടി വെച്ചു. അതെ, നന്നായിട്ട് വെള്ളം പറ്റി കുറുകിയിട്ടുണ്ട്. കുറുകി വരുന്നുണ്ട്. നമുക്ക് അടി പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3/4 മണിക്കൂറോളമായി ഇരുന്ന് വറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇറച്ചി വേവ് വലുവായിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി വളരെ സൂക്ഷിച്ച് അടി പിടിക്കാതിരിക്കുക. നന്നായിട്ട് ഇറച്ചിയുടെ വെള്ളം പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നന്നായിട്ട് നല്ല നാടൻ ബീഫ് കറിയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറച്ചി വേവുന്ന താമസമേ ഉള്ളൂ. കറിയുടെ ബാക്കി ഗ്രേവിയൊക്കെ നീട്ടാൻ വേണ്ടി നന്നായിട്ട് ഇത് വറ്റി വരുമ്പോൾ ഇറച്ചി വേവും. ഇറച്ചി വേവായോ നോക്കി. ഇറച്ചിയുടെ വേവ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്വല്പം ഉപ്പും കൂടെ വേണം. നമുക്ക് സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ സ്വല്പം ഉപ്പും കൂടെ വേണം. അതുകൊണ്ട് നമ്മൾ സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇനി എന്നാൽ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നന്നായിട്ട് വറ്റി നന്നായിട്ട് വറ്റി ഇറച്ചി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഗ്രേവി ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചിയുടെ വേവും ഉപ്പുമൊക്കെ കറക്റ്റായി. ഇനി നമുക്ക് ഗ്രേവി നല്ല നാടൻ പോത്ത് കറി ബീഫ് കറിക്ക് വേണ്ടി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിന് തേങ്ങാപ്പാൽ ചേർക്കാം. ഒരു തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുത്തതാണ്. 1 കപ്പ് പാൽ ഒഴിക്കാം. ഒഴിച്ചു നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. ഒരു മുറി തേങ്ങയല്ലേ എടുത്തത്? ഒരു മുറി തേങ്ങ എടുത്തുള്ളൂ. 1 മുറി തേങ്ങ ചിരവി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. അത് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി തിളയ്ക്കണ തേങ്ങാപ്പാൽ തിളയ്ക്കണ്ട. തേങ്ങാപ്പാലൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവാണ്. കറിവേപ്പില കാണിച്ച് 2 ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. അരമുറി തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുത്തത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഒഴിച്ചത്. ആവശ്യത്തിന് ഗ്രേവിയായി. നല്ല ടേസ്റ്റ്. നല്ല നാടൻ പോത്ത് കറി റെഡിയായി. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. നന്നായിട്ട് വെന്ത പോത്തിറച്ചിയാണ്. അപ്പോൾ നമ്മുടെ പോത്ത് കറി റെഡിയായി. ഇനി ചെറുതായിട്ട് തേങ്ങാപ്പാലൊന്ന് തിളച്ചാൽ നമുക്ക് വാങ്ങി വെക്കാം. അടിപൊളി നമ്മുടെ അച്ചായൻ സ്റ്റൈല്
നാടൻ സ്റ്റൈല് പോത്തുകറി, ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ? ആ ഉപ്പ് കറക്റ്റാണ്. എല്ലാമാണ്. കരിയാപ്പിലയും ചേർത്ത് ഇനി നമുക്കൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് വരുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ തിളയ്ക്കണം എന്ന് പറഞ്ഞാൽ വയറ്റുവേദനയൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് തേങ്ങാപ്പാലിൻ്റെ. അതുകൊണ്ട് തേങ്ങാപ്പാൽ തിളയ്ക്കുന്നതാണ് ആരോഗ്യത്തിനും വയറിനും ഒക്കെ നല്ലത്. പിരിഞ്ഞൊന്നും പോകത്തില്ല. ഒന്നും കൂടെ ഉപ്പ് നോക്കുന്നു. തിളച്ച് വരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളച്ച് വരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ നാടൻ ബീഫ് കറി റെഡിയായി. നാടൻ പോത്തുകറി റെഡിയായി. നാടൻ ബീഫ് കറിയെന്നോ നാടൻ പോത്ത് കറിയെന്നോ ഇതിന് പറയാം. ബഫല്ലോ കറിയെന്നോ പറയാം. നല്ല നാടൻ സ്റ്റൈലാണ് വെച്ചിരിക്കുന്നത്. കുക്കറിലൊന്നും അടിക്കാതെ 1 മണിക്കൂറോളം അടുപ്പയിലിരുന്ന് നന്നായിട്ട് ഇറച്ചിക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങി തിളച്ച് നന്നായിട്ട് വെന്ത നല്ല ടേസ്റ്റുള്ള പോത്തുകറിയാണ്. ഇത് കൂട്ടി പാലപ്പോ അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കറി ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് ഇളക്കിക്ക്. അപ്പോൾ ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് ചെയ്യുക. എൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ലതായിട്ട് സമയമെടുത്ത് ഉണ്ടാക്കാൻ സമയമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സമയമെടുത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണേ. ഒന്നും കൂടെ ഇളക്കിക്കുക. അതിൻ്റെ നമ്മുടെ കഷ്ണങ്ങളും പീസും അതിൻ്റെ ആ ചാറിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് കാണിക്കട്ടെ. കണ്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് കറി പരിവായി. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ കൂട്ടാം, പൊറോട്ടയുടെ കൂടെ കൂട്ടാനൊക്കെ. നാടൻ പോത്തുകറി, നാടൻ ബീഫ് കറി കണ്ടോ, നല്ല നാടൻ പോത്തുകറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി. എന്നാ സ്മെല്ല്, നല്ല ടേസ്റ്റ് കണ്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു എവരി വൺ.